അലിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്നലെ രാത്രിയോടുകൂടി കഴിഞ്ഞിരുന്നു. ഏതാണ്ടൊരു രാത്രി വൈകുന്നുണ്ട്, ഒരു 12:30 പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരുന്നു. മൃതദേഹ ബന്ധുക്കൾക്ക് വിട്ട് നൽകിയിട്ടുണ്ട്. അത് നാളെ വൈകുന്നേരം 3:30 സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ തന്നെ കുടുംബത്തിൻ്റെ അടുത്തുള്ള പള്ളിയിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അങ്ങനെ ഒരു പുതിയ ചരിത്രം കേരളം ഇന്നലെ രചിക്കുകയായിരുന്നു. അതിനൊപ്പം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്. ആ കുഞ്ഞിൻ്റെ മുഖം നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ഇന്നലെ ആദ്യം ആ ചിത്രം കണ്ടപ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അതൊരു ആലിൻ എന്ന പേര്, അത് കേരളത്തിൽ ഒരുപാട് പേരുകൾ ഇങ്ങനെ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അതിലൊരു പേരായി ആലിൻ കൂടി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും സേഫ്, ആ കുഞ്ഞിന്റെ ആ മുഖത്തേക്ക്, ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരേ സമയം വലിയ സങ്കടവും അതേസമയം വലിയ പ്രതീക്ഷയും നൽകുകയാണ്. ആലിൻ എന്ന പേര് ചരിത്രത്തിൽ ഇടം പിടിക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത ആ മാതാപിതാക്കളെ കൂടെ നമ്മളെ ഈ അവസരത്തിൽ ഓർക്കണമെന്ന് തോന്നുന്നു. ഹൃദയം നുറുങ്ങിക്കൊണ്ടായിരിക്കണം അവരങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ ആ തീരുമാനം ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ വളരെ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയും ഇത്രയും വലിയൊരു ദൗത്യം ഒരു മനുഷ്യനെ നിർവഹിക്കാനുണ്ട് ഈ ലോകത്ത് എന്നുപോലും കാണിച്ചു തന്ന ഒരു തീരുമാനമാണല്ലേ? അതെ, യാതൊരുവിധ സംശയവുമില്ല. ഞാൻ ഈ വാർത്ത ആദ്യം ഞങ്ങൾ ബ്യൂറോയിലിരുന്നിട്ടാണ് വാർത്ത കേൾക്കുന്നത്. വാർത്ത കേൾക്കുമ്പോൾ ആദ്യം ഞാൻ പറയുന്നത്, ഇത് ആലിൻ എന്ന് പറയുന്ന ആ പേര് എല്ലാ കാലത്തും നമ്മൾ ഓർമ്മിക്കും. പക്ഷേ ആ രക്ഷിതാക്കൾ അവരെടുത്ത ആ തീരുമാനം, സ്വന്തം കുഞ്ഞിനെ, സ്വന്തം രക്തത്തെ, അത് 10 മാസം അവർ കൊഞ്ചിച്ചു പോലും ആശ തീർന്ന് കാണില്ല. അവരുടെ കയ്യിലാണ്, അമ്മയുടെ കയ്യിലാണ് കുഞ്ഞ് ഇരുന്നത് ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത്. 10 മാസം പ്രായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഉണ്ട്. എന്തെങ്കിലും എടുത്തുനിന്ന് വാതുറന്ന് പറയാൻ പോലും പറ്റില്ല. എന്തെങ്കിലും ഈ പിച്ച വെച്ച് നടക്കുന്ന പ്രായമാണ്. ആ പ്രായം ഉള്ള കുഞ്ഞിനെ കൊഞ്ചിച്ചു പോലും തീരാത്ത അവർ അതിൻ്റെ മൃതദേഹം, അത് മരിച്ചുപോയി, അതിൻ്റെ മൃതദേഹം, ഈ അവയവം നമുക്ക് ദാനം ചെയ്യാമെന്ന് പിതാവ് പറയുമ്പോൾ അത് സമ്മതിച്ച അമ്മയെ നമ്മൾ സല്യൂട്ട് ചെയ്യണം. 2 പേരെ സല്യൂട്ട് ചെയ്യണം. പക്ഷേ ഈ 10 മാസം ചുമന്നതിൻ്റെ കണക്ക് പറയുന്ന പോലെ ആ അമ്മയെ നമ്മൾ സല്യൂട്ട് ചെയ്യണം. അവരാ ധീരമായ തീരുമാനമെടുക്കുന്നു. ആ ധീരമായ തീരുമാനം മറ്റുള്ള 4-5 പേർക്ക് പുതിയ ജീവൻ നൽകുകയാണ്. ഇപ്പോൾ ആ ഡ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി, കരൾ സ്വീകരിച്ച ഡ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി, അവരുടെ വീട്ടുകാർ എത്രത്തോളം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാവണം. അവിടെയാണ് ഒരു പ്രതീക്ഷയുടെ പുതുനാമ്പിട്ടുകൊണ്ട് ആലിൻ ഷെറിൻ എബ്രഹാം വരുന്നത്. അത് ഒരു സൈഡിൽ വേദനയും ഒരു സൈഡിൽ സന്തോഷവും നൽകുന്നതാണ്. ഇനിയിപ്പോൾ ആലിനെ കാണണമെങ്കിൽ ഇവർക്ക് 4 വീടുകളിലും പോവാം. ഈ 4 വീടുകളിൽ ആലിൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഈ 4 വീടുകളിലും പോവാം. എൻ്റെ കുഞ്ഞിൻ്റെ ആണ് നിങ്ങൾ ജീവിക്കുന്ന ഈ ശരീരത്തിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ആലിനെ അവർക്കങ്ങനെ മരിച്ചുപോയി എന്ന് പറയുമ്പോഴും ഒരു മരണമില്ലാത്ത ജീവിതത്തിലേക്കാണ് ആലിൻ പോയത് എന്ന് നിസ്സംശയം പറയാം. അതിന് വേറെ ആരെയും നമ്മൾ പ്രശംസിക്കുകയോ അല്ലെങ്കിൽ സല്യൂട്ട് ചെയ്യുകയോ വേണ്ട. അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ധീരമായ തീരുമാനം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരു ഗ്രീൻ കോറിഡോർ ഇതിനുവേണ്ടി റോഡ് വഴി പോലീസ് ഒരുക്കുന്നുണ്ട്. അത് വേഗത്തിലാണ്. ഇതിൻ്റെ റൂട്ട് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുകയും ആ റൂട്ട് ഇങ്ങനെ മതി എന്ന് പെട്ടെന്ന് അവർ ഡിസിഷൻ എടുക്കുകയും MC റോഡ് വഴി ആ വാഹനം അതിവേഗതയിൽ, അത് നാട്ടുകാരൊപ്പം എല്ലാവരും അത് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പൈലറ്റ് വാഹനം, പോലീസ് വാഹനം മുന്നിൽ പോകുമ്പോൾ തന്നെ മറ്റെന്തെങ്കിലും വാഹനങ്ങൾ സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവർ ഒതുക്കി കൊടുക്കുകയാണ്. മാത്രമല്ല, ഇത് എറണാകുളം മുതൽ ഇവിടം വരെ ഈ വാഹനം പോകുന്നതെന്ന് കാണാൻ വേണ്ടി റോഡിൻ്റെ 2 സൈഡിലും ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ശരവേഗതയിലാണ് ആംബുലൻസ് പോകുന്നത്. അത് ആംബുലൻസ് ഡ്രൈവർ, ഇന്നലെ നമ്മൾ സനൂരിനോട് സംസാരിച്ചിട്ടുണ്ട്, ആംബുലൻസിൻ്റെ ഡ്രൈവർ, അവർ ഈ 5 ജീവനും കയ്യിൽ പിടിച്ചിട്ടാണ് അവരുടെ ഈ യാത്ര. അത് കൃത്യമായി തന്നെ അത് എത്തേണ്ടടുത്ത് അവർ കൃത്യസമയത്ത് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അനുകൂലമായി വന്നു. അങ്ങനെ ആലിൻ ഷെറിൻ എബ്രഹാം 4 പേരിലൂടെ ഇനി ജീവിക്കുകയും ചെയ്യും. സൈഫ്, അത് തന്നെയാണ് വളരെ സങ്കടകരമായ തീരുമാനമാണ് മാതാപിതാക്കൾ എടുത്തിരിക്കുന്നു. നമ്മൾ നേരത്തെ സൈഫ് അത് പറഞ്ഞു തുടങ്ങിയത് ട്രാഫിക് സിനിമ കൂടെ ഉദാഹരണമാണ്. കാരണം നമ്മളൊക്കെ ഇങ്ങനെ നെഞ്ചിരിപ്പോടെ ശ്വാസം അടക്കി പിടിച്ച് കണ്ട സിനിമയാണ്. അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്, നിങ്ങളൊരു നോ പറഞ്ഞാൽ മറ്റേതൊരു ദിവസത്തെയും പോലെ ഈ ദിവസം കടന്നു പോകും, പക്ഷേ നിങ്ങളൊരു യെസ് പറഞ്ഞാൽ അത് അനേകമായിരം ആളുകൾക്ക് പ്രചോദനമാകുന്ന ഒരു കാര്യമാകുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് അങ്ങനെ ഉണ്ടായത്. ആ ഒരു യെസ് പറഞ്ഞു. അലിൻ്റെ മാതാപിതാക്കൾ അവരെ മനസ്സുകൊണ്ട് നമിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതിനൊപ്പം പ്രവർത്തിച്ച് ആ സമയത്തിനുള്ളിൽ ഈ 3, 4, 5 പേർക്ക് അത് ജീവൻ നൽകാൻ തയ്യാറെടുത്ത മറ്റ് അനേകായിരം ആളുകളെ കൂടി ഈ നിമിഷത്തിൽ നമ്മൾ ഓർക്കുകയാണ്.